ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം, ദശകം 28, ശ്ലോകം 6. വരണസ്രജമാത്തഭൃംഗനാഥാം ദദതി സകുജകുംഭമന്ധയാനാ പദശിഞ്ചിതമഞ്ജുനോപുരാത്വാം കലിതവ്രീളവിലാസമാസസാധാ. ഈ ഒരു ദശകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലാഴി മഥനമാണ്. ആദ്യം കാളകൂടമാണ് പുറത്തേക്ക് വന്നത്. പിന്നീട് കാമധേനു, ഉച്ചൈശ്രവസ്, ഐരാവതം, കൽപ്പകവൃക്ഷം, അപ്സരസ്സുകളും വന്നു. അതിനുശേഷം ലക്ഷ്മി ദേവി അവതരിക്കുന്നതും നമ്മൾ കണ്ടു. ഭഗവാന്റെ കടാക്ഷങ്ങളാൽ തന്നെ അലങ്കൃതമായ ശരീരത്തോടു കൂടിയാണ് ലക്ഷ്മി ദേവി വന്നത്. ഭഗവാൻ കടാക്ഷങ്ങൾ കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തുഷ്ടയായ ലക്ഷ്മി ദേവി സ്വയംവരത്തിനായി ഭഗവാനെ സമീപിക്കുന്നതാണ് നമ്മൾ ഈ 6ാമത്തെ ശ്ലോകത്തിൽ കാണുന്നത്. വരണസ്രജം ആത്തഭൃംഗനാഥാം ദദ്ധതി സ കുജകുംഭ മന്ദയാന പദശിഞ്ചിത മഞ്ജു നോപുര ത്വാം കലിത വ്രീള വിലാസം ആസസാദ. ആത്തഭൃംഗനാഥാം, വണ്ടുകളുടെ നാദത്തോടു കൂടിയ വരണസ്രജം, വരണമാല, ദദതി എന്ന് വെച്ചാൽ എടുത്തവളും എന്ന്. അപ്പോൾ കയ്യിൽ വരണമാല എടുത്തപ്പോൾ ആ മാലയിലെ പുഷ്പങ്ങളുടെ സുഗന്ധം കിട്ടി വണ്ടുകൾ പറന്നെത്തുകയും ആ വണ്ടുകളുടെ നാദത്തോടു കൂടിയ വരണമാല കയ്യിലെടുത്തവളും കുജകുംഭമന്ദയാന, അതായത് ഒരു സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് അവിടെ. സ്തനകലശങ്ങളുടെ ഭാരം കൊണ്ട് മെല്ലെ നടക്കുന്നവളും പദശിഞ്ചിതം, കാലിൽ കിലുങ്ങുന്ന മഞ്ജുനൂപുര, മനോഹരങ്ങളായ കാൽത്തളകളോടു കൂടിയവളുമായ ആ ലക്ഷ്മി ദേവി കലിത വ്രീളവിലാസം, ലജ്ജാവിലാസങ്ങൾ കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് ത്വാം, ഭഗവാനെ, നിന്തിരുവടിയെ ആസസാദ, സമീപിച്ചു എന്ന. അപ്പോൾ ലക്ഷ്മി ദേവി ആ ഒരു വിവാഹം കഴിക്കാനായി ഭഗവാനെ സമീപിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. വണ്ടുകളുടെ നാദത്തോടു കൂടിയ വരണമാല കയ്യിലേന്തി ആ ഒരു മനോഹരിയായി നടന്നു വന്ന് കാലിൽ കിലുങ്ങുന്ന മനോഹരങ്ങളായ കാൽത്തളകളോട് കൂടിയവളുമായ ലക്ഷ്മി ദേവി ലജ്ജാവിലാസങ്ങൾ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ സമീപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. ശ്ലോകം 7. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാഭിദിവ്യമാല. ലക്ഷ്മി ദേവി ഭഗവാന്റെ കഴുത്തിൽ വരണമാല അർപ്പിക്കുന്നതാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗിരിശ ദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജഃ അവിമുക്തദോഷലേശാൻ അവമൃശ്യ സദായേവ സർവരമ്യേ നിഹിതാ ത്വയി അനയാ അഭി ദിവ്യമാല. അനയ, ഈ ലക്ഷ്മി ദേവിയാൽ, ഗിരിശ ദ്രുഹിണ ആദി, ഗിരിശൻ ശ്രീ പരമേശ്വരൻ, ദ്രുഹിണൻ ബ്രഹ്മാവ് മുതലായ സർവദേവാൻ എല്ലാ ദേവന്മാരും, ഗുണഭാജഃ അഭി എന്ന് വെച്ചാൽ ആശ്രിതരിൽ വാത്സല്യാദി ഗുണങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അവിമുക്ത ദോഷലേശാൻ, ദോഷങ്ങളിൽ നിന്നും പൂർണ്ണമായും നിശേഷം മുക്തരല്ല എന്ന് അവമൃശ്യ, മനസ്സിലാക്കിയിട്ട്, സദായേവ എല്ലായ്പ്പോഴും തന്നെ, സർവരമ്യേ എല്ലാ പ്രകാരത്തിലും കമനീയനായിരിക്കുന്ന ത്വയി ഭഗവാനെ, അങ്ങയിൽ തന്നെ ദിവ്യമാല, ദിവ്യമായ ആ വരണമാല്യം നിഹിത സമർപ്പിച്ചു എന്ന്. അപ്പോൾ
ലക്ഷ്മി ദേവിയാൽ ശ്രീ പരമേശ്വരൻ, ബ്രഹ്മദേവൻ മുതലായ എല്ലാ ദേവന്മാരും, ലക്ഷ്മി ദേവി നോക്കുമ്പോൾ ഇവരെല്ലാവരും ആശ്രിതരിൽ വാത്സല്യമുള്ള, ഭക്തരിൽ വാത്സല്യമുള്ള എല്ലാ ഗുണങ്ങളോടും കൂടിയ ദേവന്മാരാണ്. എങ്കിൽ പോലും ബ്രഹ്മദേവനാണെങ്കിൽ രജോ ഗുണിയും മഹാദേവൻ തമോ ഗുണത്തിൽ നിന്നുമാണ് വന്നത്, തമോ ഗുണിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ മഹാവിഷ്ണു സത്വഗുണമായതുകൊണ്ട് തന്നെ രജോ ഗുണത്തിന്റെ ദോഷമോ തമോ ഗുണത്തിന്റെ ചെറിയ ദോഷങ്ങളോ മഹാവിഷ്ണുവിൽ, ഭഗവാനിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ബ്രഹ്മാവിലും മഹാദേവനിൽ പോലും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ദോഷമുണ്ട്. പക്ഷെ പൂർണ്ണ സത്വഗുണ സ്വരൂപിയായ ഭഗവാനിൽ യാതൊരുവിധ ദോഷവുമില്ല എന്ന് കണ്ട് എല്ലാ പ്രകാരത്തിലും കമനീയനായിരിക്കുന്ന ഭഗവാന്റെ കഴുത്തിലേക്ക് തന്നെ ആ ദിവ്യമായ വരണമാല സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 8. ഉരസാ തരസാ മമാനിതൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. ഭഗവാൻ ദേവിക്ക് തൻ്റെ മാറിടത്തിൽ തന്നെ സ്ഥാനം കൊടുക്കുന്നു. അതാണ് ശ്ലോകം 8 പറയുന്നത്. ഉരസ തരസ മമാനിധ ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദ് ഉരോ വിലസത് തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യാ പരിപുഷ്ടം ആസ വിശ്വം. അനന്യഭാവാം, നിന്തിരുവടിയിൽ മാത്രം പ്രേമഭക്തിയുള്ള, ഏനാം ഭുവനാനാം ജനനീം, ഈ ലോകമാതാവിനെ, ആ ലക്ഷ്മി ദേവിയെ, തരസ ഉരസ, തരസ എന്നാൽ ഉടനെ തന്നെ, ഉരസ ഭഗവാൻ തൻ്റെ തിരുമാറിൽ ഇരുത്തി, മമാനിധ മാനിച്ചു എന്ന്. അപ്പോൾ ഭഗവാനാകട്ടെ ഭഗവാനിൽ അനന്യമായ പ്രേമഭക്തിയോടുകൂടി അടുത്തേക്ക് വന്ന ആ ലക്ഷ്മി ദേവിയെ, ലോകമാതാവിനെ ഉടനെ തന്നെ തൻ്റെ തിരുമാറിലിരുത്തി മാനിച്ചു. ത്വത് ഉരോ വിലസത്, ഭഗവാനെ അങ്ങയുടെ തിരുമാറിൽ വിലസുന്ന, തത് ഈക്ഷണ ശ്രീ പരിവൃഷ്ട്യ, ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന്റെ കാന്തിയുടെ, ആ കാന്തിയാൽ, ആ പ്രകാശത്താൽ വിശ്വം പരിപുഷ്ടം ആസ, ഈ ജഗത്ത് മുഴുവനും സർവസമ്പത്ത് സമൃദ്ധമായി ഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കാന്തിയും ലക്ഷ്മി ദേവിയുടെ കാന്തിയും ഒന്നായി ചേർന്നപ്പോൾ ഈ വിശ്വം മുഴുവനും, ജഗത്ത് മുഴുവനും സർവസമ്പത്ത് സമൃദ്ധമായി ഭവിച്ചു എന്ന് പറയുന്നു. ഭഗവാനിലുള്ള അനന്യമായ ഭക്തി എന്ന് വെച്ചാൽ അചഞ്ചലമായ ഭക്തി, മറ്റൊന്നിലേക്കും മനസ്സ് പോകാത്ത, ഭഗവാനിൽ തന്നെ ഏകാഗ്രപ്പെട്ട ഭക്തി, മനസ്സ് ഏകാഗ്രപ്പെട്ടിട്ടുള്ള ഭക്തി, ആ ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിച്ചപ്പോൾ ദേവിയെ ഭഗവാൻ തൻ്റെ തിരുമാറിൽ ഇരുത്തി മാനിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ തിരുമാറിൽ വിലസുന്ന ദേവിയുടെ കടാക്ഷത്തിന്റെ കാന്തിയാൽ ഈ ജഗത്തു മുഴുവനും സമ്പത്ത് സമൃദ്ധമായി ഭവിക്കുകയും ചെയ്തു. ശ്ലോകം 9. അതിമോഹന വിഭ്രമാദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസ പദവീ മദാസ്ത്വമേന മതി സമ്മാനനയാ മഹാസുരേഭ്യ. അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസഃ പദവീം അധഃ ത്വം ഏനാം അതിസമ്മാനനയാ മഹാസുരേഭ്യഃ അസുരേഭ്യഃ. തദാനി, ഈ അവസരത്തിൽ, അതിമോഹന വിഭ്രമ, അത്യന്തം മോഹജനക മായാവിലാസത്തോടു കൂടിയ, മദയന്തി വാരുണി, മതമുണ്ടാക്കുന്ന വാരുണി ദേവി എന്ന് വെച്ചാൽ മദ്യത്തിന്റെ ദേവത, നിരാഗാത് ഖലു ആവിർഭവിച്ചുവല്ലോ എന്ന്.
തമസഹ പദവീം, അജ്ഞാനത്തിന് ഹേതുഭൂതയായ ഏനാം, അവളെ, ആ വാരുണീ ദേവിയെ, അതിസമ്മാനനയ, അത്യന്തം ബഹുമാനത്തോടെ, മഹാസുരേഭ്യ, മഹാസുരന്മാർക്ക്, അദാഹ, ഭഗവാനെ അവിടുന്ന് സമ്മാനിച്ചു എന്ന്. അതായത് ഭഗവാൻ പാത്രമറിഞ്ഞിട്ടാണ് ഇവിടെ ദാനം ചെയ്തത് എന്നാണ് പറയുന്നത്. ആ പാലാഴി മദനത്തിൽ നിന്നും പിന്നീട് വന്നത് ആ ഒരു മോഹത്തെ, മോഹജനക മായാവിലാസത്തോടു കൂടിയ, ഓരോ മനുഷ്യന്റെ ബുദ്ധിയെയും മായയിൽ അകപ്പെടുത്തി കളയുന്ന ആ മദ്യത്തിന്റെ ദേവത വാരുണീ ദേവിയാണ് ആവിർഭവിച്ചത്. അജ്ഞാനത്തിന് ഹേതുഭൂത, അജ്ഞാനത്തിലേക്ക്, അന്ധകാരത്തിൽ മനുഷ്യനെ തള്ളിയിടുന്ന അവളെ, ആ വാരുണീ ദേവിയെ, ആ ലഹരിയെ അത്യന്തം ബഹുമാനത്തോടെ അസുരന്മാർ സ്വീകരിച്ചു. ഭഗവാൻ അവളെ അസുരന്മാർക്ക് സമ്മാനിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 10. തരുണാംബുദ സുന്ദരസ്തതാത്വം നനു ധന്വന്തരീരുത്തിദോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖിലാർത്തിം ഹരമാരുതാലയേശ. തരുണാംബുദ സുന്ദരഃ തഥാ ത്വം നനു ധന്വന്തരി ഉത്തിതഃ അംബുരാശേഃ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖില ആർത്തിം ഹര മാരുതാലയേശ. തഥാ, അനന്തരം, തരുണാംബുദ സുന്ദരഃ, പുതിയ മേഘത്തിന്റെ അഴകാർന്ന, ത്വം നനു, നിന്തിരുവടി തന്നെ, ഭഗവാനെ അങ്ങ് തന്നെ, കരാഭ്യാം, ഇരുകരങ്ങളാലും, കലശേ, പൊൻകുടത്തിൽ, അമൃതം വഹൻ, അമൃത് ഏന്തിക്കൊണ്ട്, അംബുരാശേഹേ, പാലാഴിയിൽ നിന്ന്, ധന്വന്തരി, ധന്വന്തരി മൂർത്തിയായിട്ട്, ഉത്തിതഃ, പൊങ്ങി വന്നു. ഹേ മാരുതാലയേശ, ശ്രീ ഗുരുവായൂരപ്പ, ത്വം, ആ നിന്തിരുവടി എല്ലാ ദുഃഖങ്ങളെയും, അഖില ആർത്തിയും, എല്ലാവിധ ദുഃഖങ്ങളെയും ഹര, നശിപ്പിക്കണമേ എന്ന്. തൃക്കൈയിൽ അമൃതകലശവുമായി പാലാഴിയിൽ നിന്നും പൊങ്ങി വന്ന ധന്വന്തരി മൂർത്തി എന്ന് പറഞ്ഞാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വെക്കുന്നത്. തനിക്ക് വാതരോഗം ശമിക്കണേ എന്നല്ല ഇവിടെ മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത്, മാനസികവും ശാരീരികവുമായ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ വാരുണീ ദേവി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതിന് ശേഷം പിന്നീട് ഭഗവാൻ തന്നെയാണ് ധന്വന്തരി മൂർത്തിയായിട്ട് ഇരു കരങ്ങളിലും പൊൻകുടത്തിൽ അമൃതം ഏന്തിക്കൊണ്ട് പാലാഴിയിൽ നിന്നും പൊങ്ങി വന്നത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വെക്കുന്നു. ഇതോടെ ഈ ഒരു 28ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്.